എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് തലേന്ന് രാത്രി ചിന്തിക്കാത്ത വീട്ടമ്മമാരുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു ആദ്യമായിരിക്കും. വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും ആയിരിക്കും ആക്കുന്നത്. എന്നാലും നാളെ എന്താണെന്ന് ആക്കേണ്ടതെന്നുള്ളൊരു ടെൻഷനായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നെയ്യടയും നെയ്പ്പത്തലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് പറയാൻ പോകുന്നത്. ഞാനിവിടെ നിന്ന് സ്റ്റോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള പുഴുങ്ങലരിയാണ് പൊതിർത്തിയിട്ടുള്ളത്. അതേപോലെ പുഴുങ്ങലരി പൊതിർത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഉള്ളി മുറിച്ചിട്ടു. ഇനി ഞാനിവിടെ വലിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത്. വലിയ ജീരകം വേണ്ട, ചെറിയ ജീരകം ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകം വേണമെങ്കിൽ ഇടാം. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങയും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് മിക്സിൻ്റെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴങ്ങനെയാണ് പൊടിഞ്ഞിട്ടുണ്ടാവുക. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് കുഴങ്ങനെയാണ് ഉണ്ടാവുക. നന്നായിട്ട് പൊടിയും വേണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളായാലൊന്നും കുഴപ്പമില്ല, ഇതേപോലെ വേണം. അതിനുശേഷം ഇനി ഇതിൻ്റെ കൂടെ മൈദ മിക്സ് ചെയ്തിട്ട് നമുക്ക് പത്തലിൻ്റെ പരുവത്തിലുള്ള മാവാക്കിയിട്ട് എടുക്കണം. അപ്പം ഇത് എത്രയാണ് ആവശ്യത്തിന് മൈദ നോക്കിയിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ പരത്താൻ പാകത്തിനായി കഴിഞ്ഞാൽ പിന്നെ നിർത്താം. ഇനി അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ട് അതിനാവശ്യത്തിൽ എണ്ണ ഒഴിച്ചെടുക്കാം. ഇനി ഒരു തുണിയിൽ നമ്മൾ ഈ മാവ് കൈകൊണ്ട് പരത്തിയെടുക്കുക. നിങ്ങൾക്ക് പ്രസ്സിൽ വേണമെങ്കിൽ പ്രസ്സിൽ പരത്തിയിട്ട് എടുക്കുക. പക്ഷേ കൈകൊണ്ട് പരത്തിയിട്ട് നമ്മൾ ഈ തുണിയിൽ പരത്തിയിട്ട് ആ തുണീൻ്റെ മറ്റേ സൈഡ് അമർത്തി വെച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചുട്ടെടുക്കാന്നുണ്ടെങ്കിൽ നല്ല പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് തുണിയിൽ കൈകൊണ്ട് പരത്തിയിട്ട് ആ തുണീൻ്റെ മറ്റേ സൈഡ് കൊണ്ട് തന്നെ ഒന്ന് അമർത്തിയതിന് ശേഷം ഇത് അതിൽ നിന്നെടുത്തിട്ട് എണ്ണയിലേക്ക് ഇതേപോലെ രണ്ട് സൈഡും പൊരിച്ചെടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ നെയ്യടയും ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് തേങ്ങയിൽ ശർക്കര പാനിയോ അല്ലെങ്കിൽ ശർക്കര ഇങ്ങനെ ചിരണ്ടി ഇട്ടാലും മതി. അത് മിക്സാക്കിയിട്ട് വെക്കുക. അതിൻ്റെ അകത്ത് നിന്നാണെങ്കിൽ ഏലക്കായ് വേണമെങ്കിൽ ഏലക്കായ് ചേർക്കുന്നവർക്ക് ചേർക്കാം. ഞാനിവിടെ ഏലക്കായ് ചേർത്തിട്ടില്ല. ഞാൻ കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ നമ്മൾ തുണിയിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മളിപ്പോൾ ആക്കി വെച്ച തേങ്ങയും ശർക്കരയിട്ട ആ കൂട്ട് ഇതിൻ്റെ സെൻറ്ററിലിടാം. ഞാൻ കുറച്ച് എള്ളും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഇടുന്നത്. എള്ള് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമല്ല. അപ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നുള്ളു മാത്രമേ ഇടാവൂ. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിയിട്ട് എണ്ണയിലൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകും. അപ്പോൾ കുറച്ചിട്ടതിന് ശേഷം ആ തുണി കൊണ്ട് തന്നെ ഒന്ന് കമഴ്ത്തിയിട്ട് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് സൈഡിലൊന്ന് ജോയിൻ്റ് ആയതിന് ശേഷം ഇത് നേരത്തെ പോലെ നമ്മൾ നെയ്പ്പത്തലൊക്കെ വറുത്ത് കോരിയതുപോലെ എണ്ണയിലിട്ടിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കോരിയെടുക്കാം. ഈ തുണിയിൽ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തിട്ട് ചെയ്യുമ്പം അതിന് നല്ല വൃത്തിയിൽ പൊങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ പ്രസ്സിലാക്കുന്നതിനേക്കാളും സുഖമാണ് ഈ തുണിയിലാക്കി എടുക്കുന്നത്. കല്യാണം കഴിഞ്ഞ് വന്നത് കാഞ്ഞങ്ങാടേക്കാണ്. അവിടെ ഇത് എല്ലാ ഫംഗ്ഷനും, ചെറിയ ഫംഗ്ഷനും വലിയ ഫംഗ്ഷനും ഒക്കെ നെയ്പ്പത്തലും നെയ്യടയും നിർബന്ധമാണ്. അവരുണ്ടാക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഒരു സ്റ്റൈലുമാണ്. അവിടെ നിന്നാണ് ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചതും. അപ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ.